നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നും പ്രവാസ ലോകത്ത് നിന്നും നിരവധി വാർത്തകൾ വന്നിട്ടുണ്ട്. ഇന്ന് നമ്മുടെ മനസ്സ് വിഷമിപ്പിക്കുന്ന തരത്തിൽ ആ, വളരെ പ്രായം കുറഞ്ഞൊരു കുട്ടിയുടെ മരണം ഒക്കെ തന്നെ വരുന്നുണ്ട്. വിശദമായിട്ട് നമുക്ക് അതിലേക്ക് നോക്കാം. ആദ്യം നമുക്ക് വരുന്ന വാർത്തകൾ എന്തൊക്കെയാന്ന് നോക്കാം. ഒന്ന്, ഉമ്മുൽ ഖുവൈനിലുള്ള ഫാക്ടറിയിൽ തീപിടുത്തം. UAE-യിലാണ് ഉമ്മുൽ ഖുവൈനിലുള്ള ഫാക്ടറി. അവിടെ തീപിടുത്തം ഉണ്ടായി. ഇന്നലെ വൈകിട്ട് ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ് സംഭവം ഉണ്ടായത്. തീപിടുത്തത്തിനെ തുടർന്ന് ഫാക്ടറിയിൽ നിന്നും മണിക്കൂറുകളോളം തന്നെ കനത്ത പുക ഉയർന്നിരുന്നു. എമിറേറ്റ്സിലെ സിവിൽ ഡിഫൻസ് ഉദ്യോഗസ്ഥർ എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് എന്നാണ് റിപ്പോർട്ട്. സംഭവത്തിൽ പരിക്കുകളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. തീപിടുത്തത്തെ തുടർന്ന് ഈ ഭാഗത്തേക്കുള്ള റോഡ് അടച്ചിട്ടുണ്ട്. വാഹനങ്ങളെല്ലാം വഴിതിരിച്ചു വിട്ടിരിക്കുകയാണ്. തീപിടുത്തത്തിന്റെ കാരണം പക്ഷേ ഇതുവരെ വ്യക്തമായിട്ടില്ല. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഷാർജയിലുള്ള ബഹുനില കെട്ടിടത്തിലും ഇതുപോലെ തന്നെ തീപിടിച്ചിരുന്നു. അഗ്നിബാധയിൽ 5 പേരാണ് അന്ന് മരിച്ചിരുന്നത്. അപ്പോൾ ഇതിന്റെ വിശദവിവരങ്ങൾ അറിയുന്നതേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായാൽ അത് നാളത്തേതിൽ ഞങ്ങൾ പറയുന്നതാണ്. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട വാർത്ത വരികയാണ്. ഖത്തറിൽ ഇന്ന് ശക്തമായ കാറ്റ് വീശുമെന്ന മുന്നറിയിപ്പുമായി കാലാവസ്ഥാ വിഭാഗം എത്തുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തുടരുന്ന കാറ്റ് വ്യാഴാഴ്ച മുതൽ ശനിയാഴ്ച വരെ കൂടുതൽ ശക്തിയോടുകൂടി തന്നെ വീശിയടിക്കുമെന്നാണ് മുന്നറിയിപ്പ് വരുന്നത്. ഇന്നലെയും കനത്ത കാറ്റ് വീശിയിരുന്നു എന്ന റിപ്പോർട്ടുകൾ വരികയാണ്. പൊടിപടലങ്ങൾ ഉയരുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. പൊടിപടലങ്ങൾ കാരണം റോഡിലെ കാഴ്ച പരിധി കുറഞ്ഞേക്കാം എന്നുള്ള മുന്നറിയിപ്പ് കൂടി വരികയാണ്. കടൽ കൂടുതൽ പ്രക്ഷുബ്ധമാവാനുള്ള സാധ്യതയും ഉണ്ട്. പൊതുജനങ്ങളും വാഹന യാത്രക്കാരും കടൽ തീരങ്ങളിൽ എത്തുന്നവരും ഈ ദിവസങ്ങളിൽ ജാഗ്രത പാലിക്കണമെന്നാണ് അധികൃതർ ഓർമ്മപ്പെടുത്തുന്നത്. അതേസമയം കുവൈത്തിൽ ഏപ്രിൽ അവസാനം വരെ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചിട്ടുണ്ട്. വാരാന്ത്യത്തിൽ പകൽ ചൂടും രാത്രിയിൽ മിതമായ കാലാവസ്ഥയുമായിരിക്കുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നു. കാറ്റ് വടക്കു പടിഞ്ഞാറ് ദിശയിൽ നിന്ന് മാറി വീശും. വേഗത കുറഞ്ഞതും ഇടത്തരവും ആയിരിക്കും. ചിലപ്പോൾ ശക്തമാകും. തുറന്ന പ്രദേശങ്ങളിൽ പൊടി ഉയരാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ശക്തമായ പൊടിക്കാറ്റ് ഇപ്പൊ അത് വളരെ സ്ഥിരമായിട്ട് ഓരോരോ ഭാഗങ്ങളില് ഖത്തറിലും ഇതിനു മുൻപ് തന്നെ ഉണ്ടായിരുന്നു. കുവൈത്തിൽ വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോ തണുപ്പ് കാലം കഴിഞ്ഞു വേനൽക്കാലത്തേക്ക് കടക്കുകയാണ്. ഇതിനിടയിൽ കുവൈറ്റിലത്തെ വാർത്തയാണ് പറഞ്ഞത്. ഇതിനിടയിൽ ധീരാബാൻ സീസണിലെ 2ാം ഘട്ടത്തിലൂടെയാണ് കുവൈത്ത് കടന്നുപോകുന്നതെന്നാണ് അൽ അജൈരി സയന്റിഫിക് സെന്റർ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇത് അൽ മുഖീർ നക്ഷത്രം എന്നാണ് അറിയപ്പെടുന്നത്. രാത്രിയിൽ മിതമായ കാലാവസ്ഥയും ഉച്ചയ്ക്ക് ഉയർന്ന താപനിലയുമാണ് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത. ഈ കാലയളവിൽ ഏപ്രിൽ അവസാനം വരെ മഴ പെയ്യാൻ വളരെ അധികം സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം പറഞ്ഞിട്ടുള്ളത്. ഇതേസമയം തന്നെ വാരാന്ത്യത്തിൽ പകൽ ചൂടും രാത്രിയിൽ മിതമായ കാലാവസ്ഥയുമായിരിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിച്ചിട്ടുണ്ട്. കാറ്റ് വടക്കു പടിഞ്ഞാറ് ദിശയിൽ നിന്നും മാറി വീശും. വേഗത കുറഞ്ഞതും മിതമായതുമായിരിക്കും. ചിലപ്പോൾ ശക്തമായ കാറ്റുമുണ്ടാകും. തുറന്ന പ്രദേശങ്ങളിൽ പൊടി ഉയരാൻ സാധ്യതയുണ്ട് എന്നും കാലാവസ്ഥാ വകുപ്പ് ആക്ടിംഗ് ഡയറക്ടർ ദരാർ അൽ അലി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഏറ്റവും കൂടുതൽ വാർത്തകൾ ഗൾഫിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും. എന്തായാലും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് എല്ലാ ദിവസവും ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകളുണ്ട്. ഒരുപക്ഷെ കേൾക്കുന്നവർ വിചാരിക്കും ഒരു കാലാവസ്ഥയല്ലേ അല്ലെങ്കിൽ മഴയല്ലേ, ഇത് തന്നെയല്ലേ നിങ്ങൾക്ക് ഡെയിലി പറയാനുള്ള കാര്യം എന്നൊക്കെ പറഞ്ഞ് പുച്ഛിക്കാം. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കാലാവസ്ഥാ വ്യതിയാനമാണ്. അതെ, പൊടിപടലം അല്ലെങ്കിൽ പൊടിക്കാറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പറയാൻ എളുപ്പമാണ്. അറിയുന്നവർക്ക് അല്ലെങ്കിൽ അനുഭവിക്കുന്നവർക്ക് അതിന്റെ ആഘാതം എത്രത്തോളം എന്ന് മനസ്സിലാകും. നമുക്ക് കഴിയുന്നത് നമ്മൾ മുന്നറിയിപ്പ് നൽകുന്നു എന്ന് മാത്രമാണുള്ളത്. നിങ്ങൾ മുന്നറിയിപ്പിനനുസരിച്ച് മുന്നോട്ട് പോവുക. ഒരുപക്ഷെ എല്ലാ ദിവസവും പ്രവചനം കൃത്യമാകണമെന്നില്ല, മാറി മറിയാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ എന്നാലും പണ്ടത്തെ പോലെ തന്നെ ഒരുപാട് തെറ്റാത്ത രീതിയിലാണല്ലോ കാര്യങ്ങൾ പോകുന്നത്. പ്രവചനമൊക്കെ തന്നെ ഏറെക്കുറെയൊക്കെ ശരിയാവുന്ന സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് മുന്നറിയിപ്പുകൾ വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ ഉൾക്കൊള്ളുക. മറ്റു വാർത്തയിലേക്ക് കൂടി പോകാം. കൊല്ലം സ്വദേശിയുടെ മകൾ ജിദ്ദയിൽ അന്തരിച്ചു എന്ന വാർത്തയാണ്. ഇതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ ഒരു വാർത്ത. ജിദ്ദ MBL കമ്പനിയിൽ എഞ്ചിനീയറായി കൊല്ലം പള്ളിമുക്ക് സനു മൻസിലിൽ MB സനൂജിന്റെ മകൾ റയ സനൂജ് എന്ന 9 വയസ്സുകാരിയാണ് ഇന്നലെ ജിദ്ദയിൽ മരിച്ചത്. ഹൈപ്പർ തൈറോയിഡ് മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ്. ഏതാനും വർഷങ്ങളായി തന്നെ ചികിത്സയിലായിരുന്നു. സ്വകാര്യ ഓൺലൈൻ സ്കൂൾ 2ാം ക്ലാസ് വിദ്യാർത്ഥി ആയിരുന്നു. വെള്ളിയാഴ്ച രാവിലെയാണ് മരിച്ചത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വെള്ളിയാഴ്ച ഇശാ നമസ്കാരത്തിന് ശേഷം ജിദ്ദ ഇസ്കാനിലെ മലിക് ഫഹദ് മസ്ജിദിൽ മയ്യത്ത് നമസ്കാരത്തിന് ശേഷം റുവായിസിലെ കുട്ടികൾക്കുള്ള ഖബറസ്ഥാനിയിൽ ഖബറടക്കി. പോലീസിൽ നിന്നും ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റിൽ നിന്നുമുള്ള രേഖകൾ ശരിയാകുന്നതിന് KMCC നേതാവ് മുഹമ്മദ് കുട്ടി പാണ്ടിക്കാട്, കൊല്ലം പ്രവാസി സംഗമം ജിദ്ദ ഭാരവാഹിയായിട്ടുള്ള ഷാനവാസ് തുടങ്ങിയവർ രംഗത്ത് ഉണ്ടായിരുന്നു. എന്തായാലും ഹൈപ്പർ തൈറോയിഡിസം മൂലം കഴിഞ്ഞ കുറെ നാളുകളായി തന്നെ ചികിത്സയിലായിരുന്നു ഈ കുട്ടി. ചിത്രം കാണുമ്പോൾ നമുക്ക് വളരെ വേദന തോന്നുന്ന ഒരു ഓമനത്തമുള്ള ഒരു മുഖമുള്ള ഒരു കുഞ്ഞാണ്. 9 വയസ്സ് മാത്രമാണ് പ്രായം.
കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ 13 വയസ്സുള്ള +2 വിദ്യാർത്ഥിനി മരണപ്പെട്ട ഒരു വാർത്ത, അതും ആരോഗ്യ സംബന്ധമായിട്ടുള്ള 16 വയസ്സായിട്ടുള്ള ഒരു പെൺകുട്ടി മരണപ്പെട്ടിരുന്നു. പെൺകുട്ടിയുടെ മൃതശരീരം നാട്ടിലേക്ക് എത്തിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ആഴ്ചയോട് കൂടി തന്നെ എത്തിക്കാനാണ് പത്തനംതിട്ടയിലേക്ക്. അടുത്തതും അത് ഒരു മരണം തന്നെയാണ്. ഉംറ വിസയിലെത്തിയ മലയാളി തീർത്ഥാടകയാണ് മദീനയിൽ വെച്ച് മരിച്ചത്. ഹൃദയാഘാതമായിരുന്നു എന്നാണ് പറഞ്ഞത്. മലപ്പുറം കൊണ്ടോട്ടി മേലങ്ങാടി സ്വദേശിനി ചോനങ്ങൽ വീട്ടിൽ ഖദീജ എന്ന ഉമ്മയാണ് മരിച്ചത്. 72 വയസ്സായിരുന്നു. ഉംറ തീർത്ഥാടനത്തിന് മകൻ റഫീഖിനോടൊപ്പമാണ് മക്കയിലെത്തിയത്. ഉംറ നിർവഹിച്ചിരുന്നു. അതിനുശേഷം മദീനയിൽ മസ്ജിദ് ദുന്നബവി സന്ദർശിക്കാൻ എത്തിയതായിരുന്നു. താമസ സ്ഥലത്ത് വെച്ച് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത്. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ തന്നെ ആംബുലൻസിൽ വെച്ച് തന്നെ മരണം സംഭവിക്കുകയായിരുന്നു. ഭർത്താവ് പരേതനായ വീരാനാണ്. മറ്റു മക്കൾ അബ്ദുൾ മജീദ്, ലിയാഖത്ത് അലി, മുഹമ്മദ് റഷീദ്, മുഹമ്മദ് റാഫി, സാഹിറ ബാനു, റഹ്മത്ത് ബീവി, നദീറ, നസീബ, സമീറ, നുസ്രത്ത്, പരേതനായ അബ്ദുൾ നാസർ എന്നിവരാണ്. മൃതദേഹം അൽമീഖാത്ത് ആശുപത്രി മോർച്ചറിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. നിയമ നടപടികൾ പൂർത്തിയാക്കുന്നതിനായി ജീവകാരുണ്യ പ്രവർത്തകൻ മുഹമ്മദ് ഷഫീഖ് മൂവാറ്റുപുഴയുടെ നേതൃത്വത്തിൽ മദീന KMCC വെൽഫെയർ വിങ് രംഗത്തുണ്ട്. സംസ്കാരം പിന്നീടാണ് നടക്കുന്നത്. തീർച്ചയായിട്ടും അതും ഒരു ഹൃദയാഘാതവുമായി ബന്ധപ്പെട്ട മരണമാണ്. നമുക്കിനി ലോക വാർത്തകൾ കൂടി നമുക്ക് നോക്കാം. പ്രവാസ ലോകത്ത് മാത്രമല്ലോ, പ്രവാസികൾക്ക് മറ്റു ചില വാർത്തകൾ കൂടി അറിയേണ്ടതുണ്ടല്ലോ. മാത്രമല്ല ഈ വിദേശത്തുള്ള മലയാളികൾക്കുള്ള ബന്ധപ്പെട്ട വാർത്ത കൂടിയാണ്. അതായത് പ്രവാസം അനുഭവിക്കുന്ന മറ്റ് നമ്മൾ മിക്കവാറും ഗൾഫിലെ കാര്യങ്ങൾ മാത്രമാണ് ഏറ്റവും കൂടുതൽ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പലരും ചോദിച്ചിരുന്നു, ഗൾഫിൽ മാത്രമാണോ പ്രവാസികളുള്ളത്? മറ്റു രാജ്യങ്ങളിലെ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും മലയാളികളുണ്ട്. അപ്പൊ അവരുടെ വാർത്തകൾ കൂടി എന്താണ് നിങ്ങൾ ഉൾപ്പെടുത്താത്തത് എന്നൊരു ചോദ്യം ഉയർന്നിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ആ ന്യൂസ് കൂടി എടുക്കുന്നത്. തീർച്ചയായിട്ടും ആദ്യ വാർത്ത നമുക്ക് നോക്കാം. ടീച്ചറിനെ വായിച്ചോളൂ. EU-ല് അഭയ നിയമങ്ങൾ കർശനമാക്കുന്നു. യൂറോപ്യൻ യൂണിയനില് 7 രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും വന്നിട്ടുണ്ട്. 7 സുരക്ഷിത രാജ്യങ്ങളുടെ പട്ടികയുമായി യൂറോപ്യൻ യൂണിയൻ അഭയ നിയമങ്ങൾ കർശനമാക്കുന്നു എന്ന വാർത്തയാണ് വരുന്നത്. ഇന്ത്യ, ബംഗ്ലാദേശ്, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങൾ ഉൾപ്പെടുന്ന സുരക്ഷിതമായ ഉത്ഭവ രാജ്യങ്ങളുടെ പട്ടിക ഉപയോഗിച്ച് അഭയം നൽകാനുള്ള നടപടിക്രമങ്ങൾ ത്വരിതപ്പെടുത്താൻ ബ്രസൽസ് ആണ് പദ്ധതിയിട്ടിരിക്കുന്നത്. അംഗരാജ്യങ്ങൾ കുടിയേറ്റക്കാരുടെ മടങ്ങിവരവ് വേഗത്തിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യൂറോപ്യൻ യൂണിയൻ സുരക്ഷിതമാണ് എന്ന് കരുതുന്ന 7 രാജ്യങ്ങളുടെ പട്ടിക ബുധനാഴ്ച പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അവ കൊസോവോ, ബംഗ്ലാദേശ്, കൊളംബിയ, ഈജിപ്ത്, ഇന്ത്യ, മൊറോക്കോ, ടുണീഷ്യ എന്നീ രാജ്യങ്ങളാണ്. ഇതേസമയം ക്രമരഹിതമായ കുടിയേറ്റം പരിഹരിക്കുമെന്ന് ജർമ്മനിയുടെ മേഴ്സ് സർക്കാർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. വിപുലീകരിച്ച പട്ടിക അർത്ഥമാക്കുന്നത് EU അംഗരാജ്യങ്ങൾ സുരക്ഷിതമെന്ന് കരുതുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള അപേക്ഷകൾ ത്വരിതപ്പെടുത്തിയ നടപടിക്രമം ഉപയോഗിച്ച് പ്രോസസ് ചെയ്യും എന്നാണ്. പല അംഗരാജ്യങ്ങളുടെയും അഭയ അപേക്ഷകളുടെ കാര്യമായ ബാക്ക്ലോഗ് അഭിമുഖീകരിക്കുന്നുണ്ട്. അതിനാൽ തന്നെ വേഗത്തിലുള്ള അഭയ തീരുമാനങ്ങളെ പിന്തുണയ്ക്കാൻ കഴിയുന്നതെന്തും അത്യന്താപേക്ഷിതമാണെന്ന് യൂറോപ്യൻ യൂണിയന്റെ മൈഗ്രേഷൻ കമ്മീഷണർ മാഗ്നസ് ബ്രണ്ണർ പറയുന്നു. 2015 യൂറോപ്യൻ യൂണിയൻ സമാനമായ പട്ടിക അവതരിപ്പിച്ചിരുന്നു. എങ്കിലും തുർക്കിയെ ഉൾപ്പെടുത്തണമോ വേണ്ടയോ എന്നതിനെ ചൊല്ലിയുള്ള ചൂടേറിയ ചർച്ചകൾ നടന്നിരുന്നു. ഇത് കാരണം ആ പദ്ധതി ഉപേക്ഷിക്കുകയായിരുന്നു. കടുത്ത വലതുപക്ഷ പാർട്ടികൾ യൂറോപ്പിലുടനീളം കുടിയേറ്റ വിരുദ്ധ വികാരം അലയടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ക്രമരഹിതമായ വരവ് തടയുന്നതിനും നാടുകടത്തലുകൾ വർദ്ധിപ്പിക്കുന്നതിനും ബ്രസൽസ് വർദ്ധിച്ചു വരുന്ന സമ്മർദ്ദത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇനി ഇന്ത്യ ഉൾപ്പെടെയുള്ള മറ്റ് നിങ്ങളുടെ താല്പര്യമുള്ള രാജ്യങ്ങളിലേക്കുള്ള വരവ് വളരെ വേഗത്തിലാക്കുന്നതിനുള്ള നടപടിക്രമങ്ങളാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. തീർച്ചയായിട്ടും അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ്. ഇന്ന് നമുക്ക് US-ലെ ജയിലിൽ കഴിയുന്ന മലയാളിയെ കുറിച്ചൊരു വാർത്ത പുറത്തു വരികയാണ്. അമേരിക്കൻ ജയിലിൽ കഴിയുമ്പോൾ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നുള്ളതാണ്. രാജകുടുംബാംഗങ്ങളുടെ ഡിസൈനർ 18 വർഷം, അതായത് ഡിസൈനർ ആയിരുന്ന ഈ വ്യക്തി മലയാളി, അത് ഒരു വലിയ അഭിമാനകരമായിട്ടുള്ള 18 വർഷമായിട്ട് തുടരുന്ന ദുരൂഹതയാണ് ഇദ്ദേഹം എവിടെയാണ് എന്നുള്ളതിനെ കുറിച്ച്. ഇദ്ദേഹം ഫാഷൻ ഐക്കൺ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിനെ വീഴ്ത്തിയതാണോ അതോ എന്തെങ്കിലും ശരിക്കും അപകടം സംഭവിച്ചതാണോ എന്നെ കുറിച്ചുള്ള വാർത്തകളാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. അത് കോട്ടയം മല്ലപ്പള്ളി സ്വദേശിയായ ആനന്ദ് ജോൺ എന്ന വ്യക്തിയാണ്. ഫാഷൻ ലോകത്ത് തന്നെ ചിറകടിച്ചു പറന്ന ഒരു മലയാളി കൂടിയായിരുന്നു ആനന്ദ് ജോൺ. ഈ ഫാഷൻ ലോകത്ത് നിൽക്കുന്ന എല്ലാവരുടെയും ഒരു ഇൻസ്പിറേഷൻ കൂടിയായിരുന്നു അദ്ദേഹം എന്ന് പറയുന്നത്. കാരണം ഒരു മലയാളിയായിരിക്കെ രാജകൊട്ടാരത്തിനടക്കം, അമേരിക്കയിലെ രാജകൊട്ടാരത്തിനടക്കം ഡിസൈൻ ചെയ്യാൻ കഴിയുന്നത് അതൊരു ചില്ലറ കഴിവല്ല എന്നുള്ളതാണ്. എന്തായാലും ഉയർന്നു പറഞ്ഞ ആനന്ദ് ജോൺ ഒരിക്കൽ വീണുപോയി.
പോയിരുന്നു. വീണതാണോ വീഴ്ത്തിയതാണോ എന്ന ചോദ്യം കൂടിയുണ്ട്. എന്തായാലും കൃത്യമായി പറഞ്ഞാൽ 18 വർഷത്തിലധികമായി ഉയരുന്ന ഈ ചോദ്യത്തിന് ഇന്നും ഉത്തരമില്ല എന്നുള്ളതാണ്. US ഇരുമ്പ് അഴിക്കുള്ളിൽ തുടരുന്ന ആനന്ദ് ജോണിന് ഇനി മോചനത്തിന് 34 വർഷം കൂടി കാത്തിരിക്കേണ്ടി വരുമെന്നാണ് US നിയമം പറയുന്നത്. അതിന്റെ പ്രധാനപ്പെട്ടുള്ള കുറ്റകൃത്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് പ്രധാന ചോദ്യം. എന്തായിരിക്കും ആ കുറ്റകൃത്യങ്ങൾ? അത് ഇദ്ദേഹത്തിനെ ലൈംഗിക പീഡന കുറ്റങ്ങൾ ചുമത്തിയാണ് ഫാഷൻ ഐക്കൺ എന്നറിയപ്പെട്ടിരുന്ന ആനന്ദ് ജോണിനെ തടവിലാക്കിയത് എന്നാണ് പറയുന്നത്. തടവ് സാധാരണ തടവല്ല, 59 വർഷത്തെ നീണ്ട തടവിന് തന്നെയാണ് കോടതി വിധിച്ചിട്ടുള്ളത്. പക്ഷേ ഈ ആനന്ദ് പെൺകുട്ടികളെ പീഡിപ്പിച്ചിട്ടില്ല എന്നാണ് മെഡിക്കൽ റിപ്പോർട്ടുകളും നുണപരിശോധനാ ഫലങ്ങളും എല്ലാം തെളിയിച്ചത്. അങ്ങനെ ആയതോടുകൂടി ന്യൂയോർക്ക്, ഹൂസ്റ്റൺ, ഡാലസ് കോടതികളിലെ കേസുകൾ പൂർണ്ണമായും റദ്ദാക്കപ്പെട്ടിരുന്നു. ഇപ്പോൾ പക്ഷേ ഉള്ളത് കാലിഫോർണിയയിലെ കേസുകൾ മാത്രമാണ് നിലനിൽക്കുന്നത്. മറ്റു സംസ്ഥാനങ്ങളിലെ കേസുകളെല്ലാം തള്ളിക്കളഞ്ഞതോടെ ഫാഷൻ ലോകത്ത് ആനന്ദിന്റെ ഉയർച്ച തടയാനുള്ള ഗൂഢാലോചനയാണോ ഈ ആരോപണങ്ങൾ എന്ന ചോദ്യമാണ് പലരും ഉയർത്തിയിരുന്നത്. ഇതിനായിട്ട് BJP നേതാവ് ഉദിത് രാജ്, സ്വാമി പത്മപ്രകാശ്, ഷിബാനി കശ്യപ്, മഹാജൻ, ആന്റണി രാജ്, ആത്മീയ നേതാക്കളായ ശൈലേഷ് തിവാരി, ബാബ അസീസ് നിസാമി, നിർമ്മൽ ജെയിൻ, അങ്കിത് ഡേ എന്നിവരെല്ലാം തന്നെ ആനന്ദിന്റെ മോചനത്തിനായി പല ഘട്ടങ്ങളിലും പരിശ്രമിച്ചിരുന്നു. ഇവർക്കെല്ലാം പുറമെ പ്രശസ്ത ഫാഷൻ ഡിസൈനറാണ് ആനന്ദിന്റെ സഹോദരി സഞ്ജനയും. ഈ സഞ്ജനയും ആനന്ദിന്റെ മോചനത്തിനായി ശ്രമം നടത്തിയിരുന്നു. കേരളത്തിലും ചെന്നൈയിലുമായി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ആളാണ് ആനന്ദ്. സ്പെഷ്യൽ സ്കോളർഷിപ്പോടെ US ആർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോർട്ട് ലോഡർഡെയിലിൽ ആണ് പഠനത്തിന് ചേർന്നത്. ലോകത്തിലെ ഏറ്റവും ആകർഷകമായ 10 പുരുഷന്മാരിൽ ഒരാളായിട്ടാണ് ആനന്ദിനെ തെരഞ്ഞെടുത്തിരുന്നത്. ഇതോടുകൂടി ആനന്ദിന്റെ പ്രശസ്തി അങ്ങ് കൊടുമുടി കയറി പോവുകയായിരുന്നു. 2005 നടന്ന അമേരിക്കാസ് നെക്സ്റ്റ് ടോപ്പ് മോഡൽ എന്ന പരിപാടിയിൽ ആനന്ദ് വളരെയധികം ശ്രദ്ധ നേടിയിരുന്നു. ഫാഷൻ ഡിസൈനിങ് മേഖലയിൽ ആനന്ദിന്റെ പ്രശസ്തി അതിവേഗം വളർന്നു. ആനന്ദിന്റെ ഡിസൈനുകൾക്കായി ആളുകൾ അന്ന് കാത്തിരുന്നിരുന്നു. വലിയ ഫാഷൻ പ്രോജക്റ്റുകൾക്കായിട്ടാണ് ആനന്ദ് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചത്. പാരീസ് ഹിൽട്ടൺ, ഇവാൻക ട്രംപ്, മെലാനിയ ട്രംപ്, ജെന്നിഫർ ലോപ്പസ്, മൈക്കൽ റോഡ്രിങ്, പ്രിൻസ്, റൊസാരിയോ ഡോസൺ, ലോറൻസ് ഫിഷ്ബേൺ, ജിന ടോറസ് തുടങ്ങിയ പ്രമുഖരെല്ലാവരും തന്നെ, ഒപ്പം രാജകുടുംബാംഗങ്ങൾക്കും എല്ലാം ആനന്ദ് വസ്ത്രങ്ങൾ രൂപകൽപ്പന ചെയ്തിരുന്നു. അപ്പൊ എല്ലാ പ്രമുഖർക്കും വേണ്ടിയിട്ടുള്ള ഡ്രസ് ഡിസൈൻ ആണ് ചെയ്തിരുന്നത്. പക്ഷെ ഈ ഒരു കുറ്റമായതിനാൽ തന്നെ ആയിരിക്കണം ആരും മുന്നോട്ട് സഹായിക്കാൻ. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞവരെല്ലാവരും തന്നെ, സഹോദരി അടക്കം ഒരുപാട് പേര് ശ്രമിച്ചിരുന്നു. അതിന്റെ ഫലമായിട്ടാണ് കാലിഫോർണിയ ഒഴിച്ച് മറ്റു രാജ്യങ്ങളെല്ലാം തന്നെ ഈ കേസ് തള്ളിക്കളഞ്ഞു. കാരണം നുണപരിശോധന ഉൾപ്പെടെ നടത്തിയിട്ടുണ്ട്, മെഡിക്കൽ റിപ്പോർട്ടുകളുണ്ട്. ഇതിലൊന്നും തന്നെ ആനന്ദ് കുറ്റം ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. അപ്പോ അതുകൊണ്ടാണ് ഇതൊരു കുടുക്കിയതാണോ എന്നുള്ള സംശയം വരുന്നത്. കാരണം റാമ്പിൽ ആനന്ദ് രൂപകൽപ്പന ചെയ്ത വസ്ത്രങ്ങൾ ധരിക്കാൻ മോഡലുകൾ ആഗ്രഹിച്ചിരുന്നു. പെൺകുട്ടികൾ ആനന്ദിനെ ആരാധിച്ചിരുന്നു. 2006 വാൾസ്ട്രീറ്റ് ആനന്ദിന്റെ പേരിൽ പുതിയ ഉൽപ്പന്നം പുറത്തിറക്കാൻ തന്നെ തീരുമാനിച്ചിരുന്നു. അപ്പൊ വാൾസ്ട്രീറ്റ് ഒരു പുതിയ ഇത് തന്നെ ഇറക്കുന്നത്, ബ്രാൻഡ് ആക്കുന്നതിന് അവർ ശ്രമിച്ചിരുന്നു. ട്രെൻഡി ഹൈ എൻഡ് ജീൻസിനായി കോടികൾ നിക്ഷേപിക്കാൻ അവർ തയ്യാറായിരുന്നു. ഇദ്ദേഹത്തിന്റെ ബ്രാൻഡ് നെയിമില് ജീൻസിന് കോടികൾ വരെ നിക്ഷേപിക്കാൻ തയ്യാറായിരുന്നു. 2007 ന്യൂസ് വീക്ക് മാസിക ആനന്ദിനെ ദക്ഷിണേഷ്യയിലെ മികച്ച ഡിസൈനർമാരിൽ ഒരാളായി തെരഞ്ഞെടുത്തിരുന്നു. പുതിയ ജീൻസ് പ്രോജക്ട് മാർച്ച് 20 പുറത്തിറങ്ങാൻ തയ്യാറെടുക്കുമ്പോഴാണ് ആരോപണങ്ങൾ ഉയരാൻ തുടങ്ങിയത്. 2007 മാർച്ചിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലൈംഗികമായി ഉപയോഗിച്ചു എന്നായിരുന്നു ആനന്ദിന്റെ പേരിലുള്ള ആരോപണം. ബെവർലി ഹിൽസിലാണ് അറസ്റ്റ് നടത്തിയത്. അമേരിക്കയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള സ്ത്രീകളെല്ലാം ആനന്ദിനെതിരെ പീഡന പരാതി നൽകി കോടതിയെ സമീപിക്കുകയായിരുന്നു. അപ്പോൾ ഒരു അറസ്റ്റ് നടന്നതോടുകൂടി തന്നെ രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും സ്ത്രീകൾ ഇതുപോലെ ആനന്ദ് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു. ആനന്ദിനൊപ്പം തന്നെ ജോലി ചെയ്തിരുന്ന പെൺകുട്ടികളാണ് ആദ്യം ഈ ആരോപണം ഉന്നയിച്ചത്. പരാതി നൽകിയ പല സ്ത്രീകളും കെട്ടിച്ചമച്ച കഥകളാണ് ഉന്നയിച്ചതെന്ന് വിസ്താരത്തിൽ തെളിഞ്ഞു. കാരണം വെറുതെ എല്ലാവരും എന്നെയും പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു നമ്മുടെ അടുത്തുള്ള കേരളത്തിലുണ്ടാകുന്ന മീറ്റു ആരോപണം പോലെ അങ്ങ്, കാരണം ഇത്രയും പ്രശസ്തനായിട്ടുള്ള ഒരാൾക്കെതിരെ പറഞ്ഞതായിരുന്നു. അപ്പൊ അതൊന്നും തന്നെ കാര്യമായിട്ടുള്ള അല്ല എന്ന് തെളിഞ്ഞിരുന്നു. പ്രായപൂർത്തി ആയില്ല എന്ന് പരാതിയിൽ പറഞ്ഞ പെൺകുട്ടി യഥാർത്ഥ പ്രായം മറച്ചുവെച്ചാണ് ആനന്ദിനെതിരെ പരാതി നൽകിയത്. അപ്പൊ അതിലും ഈ തെളിവുകളെല്ലാം പുറത്തു വന്നു. ഇതോടെയാണ് ഈ കേസ് ഗൂഢാലോചനയാണെന്ന് വ്യക്തമായത്. അമേരിക്കയിൽ പരസ്പര സമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധം സാധാരണമാണ്. അതുകൊണ്ട് തന്നെ ആനന്ദും സ്ത്രീകളും തമ്മിൽ ലൈംഗിക ബന്ധം ഉണ്ടായിരുന്നോ എന്ന് ഉറപ്പില്ല. ഉറപ്പുണ്ടായെങ്കിൽ തന്നെയും അത് പരസ്പര സമ്മതപ്രകാരമാണെങ്കിൽ അമേരിക്കയിൽ അത് കുറ്റമല്ല. എന്നിട്ടും പല സ്ഥലങ്ങളിൽ നിന്നുള്ള സ്ത്രീകൾ ഒരേ സമയം പരാതി നൽകിയതാണ് ദുരൂഹമായി തോന്നിയത്.
ആനന്ദനായി വാദിക്കുന്നവർ ഇതെല്ലാം തന്നെ എടുത്തു പറഞ്ഞിരുന്നു. അതിന്റെ ഫലമായിട്ടാണ് കാലിഫോർണിയ ഒഴിച്ച് മറ്റു രാജ്യങ്ങളിൽ നിന്നെല്ലാം തന്നെ കേസ് ഇപ്പോൾ തള്ളിക്കളഞ്ഞത്. പക്ഷെ കാലിഫോർണിയയിലെ കേസ് ഇനിയും തീരണമെങ്കിൽ 34 വർഷം കൂടി കാത്തിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും മലയാളപ്പള്ളി സ്വദേശിയാണ്. മലയാളികൾ ഉൾപ്പെടെയുള്ളവർ ഇതിൽ ശ്രദ്ധ വന്നിട്ടുണ്ട്. അധികാരികൾ ഇത് ശ്രദ്ധിക്കുമെന്ന് തന്നെ ഞങ്ങൾ കരുതുന്നു. എത്രയും പെട്ടെന്ന് ആനന്ദിന്റെ മോചനം ഒന്ന് ത്വരിതഗതിയിലാക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടാകണമെന്ന് തന്നെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും എത്രയും വേഗം തന്നെ നിയമവ്യവസ്ഥയിൽ പറയുന്ന പോലെ തന്നെ 1000 കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ട ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുതല്ലോ. അപ്പോ അതിനനുസരിച്ച് അനുകൂലമായ നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെ കരുതുന്നു. തീർച്ചയായിട്ടും അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നമസ്കാരം.